കേരളം ഒരു പുരോഗമന രാഷ്ട്രീയ ശക്തികളുടെ സംസ്ഥാനമാണെന്ന് പറയാറുണ്ടെങ്കിലും കേരളത്തിൽ എപ്പോഴും ജാതി മത ശക്തികളാണ് കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുകൊണ്ടിരുന്നത്. അത് ക്രിസ്ത്യൻ രാഷ്ട്രീയമായാലും മുസ്ലിം രാഷ്ട്രീയമായാലും അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ വിവിധ ജാതി വിഭാഗങ്ങളായാലും അവരെല്ലായ്പ്പോഴും കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച വലിയൊരു ഘടകമാണ് NSS. അത് പരസ്യമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്നില്ലെങ്കിലും പലപ്പോഴും ഒരു UDF അനുകൂല സമീപനമാണ് NS സ്വീകരിച്ചിരുന്നത്. NSSന് അനുകൂലമായ ഒരു രാഷ്ട്രീയ പാർട്ടി വരെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ നായർ ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊക്കെ കളിയാക്കി പറയും. പക്ഷേ അങ്ങനെ ഒരു പാർട്ടി വരെ രൂപീകരിച്ചിട്ട് പോലും ഇപ്പോഴും NSSലെ സമുദായ അംഗങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലും കാര്യമായ റോൾ NSSന് സമീപകാലത്തായിട്ട് തീരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെയൊക്കെ ഒരു ശൈലിയിലുള്ളൊരു കാരണമായിരിക്കാം അതിന് നിദാനമായി പ്രവർത്തിച്ചത്. എന്ത് തന്നെയായാലും കേരള രാഷ്ട്രീയത്തിൽ NSSന്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ പൊതുവെ ഉള്ളത്. ഇക്കാര്യത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് കേരള കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ K ജയപ്രസാദാണ്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ അരമനകളിലേക്കും അതേപോലെ തന്നെ ജാതിമത സംഘടനകളുടെ ആസ്ഥാനത്തേക്കുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവാഹമാണ് പൊതുവെ ഉണ്ടാവുക. ഇത്തവണ പക്ഷേ NSS ആസ്ഥാനത്തേക്ക് അധികം ആരും ഒന്നും അങ്ങനെ ചെന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയ ചരിത്രത്തില് പലപ്പോഴും കിങ് മേക്കറുടെ റോളിലാണ് NSSന്റെ നേതൃത്വം അല്ലെങ്കിൽ NSS നിർവഹിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധേയമാകുന്നത് NSSന്റെ നേതൃത്വം ആ തരത്തില് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു പരിധി വരെ അവഗണിച്ചു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം അത് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുകയോ ആശീർവാദത്തിന് വേണ്ടി ആരെങ്കിലും പോവുകയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന കാരണം സുകുമാരൻ നായരുടെ നീണ്ടകാലത്തെ ഭരണത്തിൽ NSS അതിന്റെ എല്ലാ തരത്തിലുള്ള ഡൈനാമിസവും നഷ്ടപ്പെട്ട് വെറും അന്തർമുഖത്വത്തിലേക്ക്, അതായത് ഒതുങ്ങി, അതായത് വളരെ സംഘടനാപരമായ ദൈനംദിന പ്രവർത്തനങ്ങൾക്കപ്പുറം മറ്റൊരു ഡൈനാമിസം കാണിക്കാത്ത തരത്തിലേക്ക് NSSനെ എൻ്റെ നേതൃത്വം കൊണ്ടെത്തിച്ചു എന്ന് വേണം നമുക്ക് കണക്കാക്കുക. കാരണം ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ബഹുമാനനായ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ മന്നം സമാധിയിൽ, അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ വന്ന സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ താല്പര്യം കാണിച്ചപ്പോൾ അദ്ദേഹം അവിടെ കയറ്റിയില്ല. നേരത്തെ രാജഗോപാൽ കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്തും അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെയും അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ആ തരത്തില് NSS ഭരണകൂടത്തോട്, കേന്ദ്ര ഭരണത്തോട്, വിശേഷിച്ചും BJP ഭരണകൂടത്തോടും നരേന്ദ്രമോദി സർക്കാരിനോടൊക്കെ വളരെ നിഷേധാത്മകമായ ഒരു സമീപനം, അത് സുകുമാരൻ നായരുടെ അപകർഷതയുടെ ഒരു പര്യായമായിട്ടാണ് അത് വന്നതാണോ എന്ന് നമുക്കത് സമുദായ താല്പര്യം എന്തായാലും അതിനകത്തില്ല. കാരണം ഏതൊരു സമുദായ സംഘടനയും ഉദ്ദേശിക്കുന്നത് അവര് ആ സാമൂഹിക ഘടനയിൽ റിലവന്റ് ആകുക എന്നുള്ളതാണ്, സമദൂരം എന്നുള്ളതാണ് NSSന്റെ ഒരു രാഷ്ട്രീയ നിലപാടെങ്കിലും അതിന്റെ ഒരു ഗുണമോ നേട്ടമോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ അധികം ഇടപെടുന്നില്ലെങ്കിൽ പക്ഷെ അവരുടെ സംഘടനാപരമായി അല്ലെങ്കിൽ സാമുദായികമായിട്ട് അവരുടെ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കുക, സൊസൈറ്റിയിൽ സ്വാധീനം വർദ്ധിക്കുക, അതൊന്നും നടക്കുന്നില്ല. അതേസമയത്ത് ഭരണത്തിന്റെ തണലിലാണെങ്കിൽ അതും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ നേരത്തെയൊക്കെ മന്നത്ത് പത്മനാഭന്റെ ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വരെ ഒരു പക്ഷെ ക്രിസ്ത്യൻ മത സംഘടനകളൊക്കെ ഉണ്ടാവും. ആദ്യത്തെ വിമോചന സമരമൊക്കെ നടത്താനൊക്കെ ഉള്ള മാത്രം ഒരു ത്രാണി ആ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് അതൊരു ശോഷിച്ചു വരുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അതെ. ജനാധിപത്യ സമൂഹ വ്യവസ്ഥയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം വളരെ സുപ്രധാനമായ റോളാണ് നമ്മൾ ഈ പ്രഷർ ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള, നമ്മളിപ്പോ സമുദായ സംഘടന എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ആ തരത്തില് ജനാധിപത്യ സമൂഹങ്ങളിലൊക്കെ ഗവൺമെന്റിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നയങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യാറുണ്ട്. നമ്മളത് ഇപ്പോൾ ഇംഗ്ലീഷിൽ പ്രഷർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ. അപ്പൊ NSSനെ സംബന്ധിച്ചിടത്തോളം NSS ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം ഈ സാധാരണ നമ്മളെ സമുദായ സംഘടനകളിൽ അതിൽ അംഗങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സംഘടന ഒരു ക്രിയാത്മകമായ പ്രവർത്തനത്തിൽ നിൽക്കണം. അത് ജനാധിപത്യ സമൂഹത്തിൽ നമ്മുടെ ഭരണകൂടത്തിന് പ്രധാന റോളുണ്ട്. അതിൽ ജനങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ
റോൾ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ NSSന്റെ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തില് NSSന്റെ പ്രവർത്തന മേഖല പ്രധാനമായിട്ട് തിരുക്കൊച്ചി ഭാഗത്താണ്. മലബാർ ഭാഗത്ത് തീരെ അതിനില്ല. പ്രധാനമായിട്ട് മരണം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഇടപെടലുകളാണ് പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റേത് അവരുടെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും NSSന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും ശ്രദ്ധേയമായ വിദ്യാലയങ്ങളല്ല. ശ്രദ്ധേയം എന്ന് പറഞ്ഞാൽ അവർക്ക് നേരത്തെ ഉണ്ടായിട്ട് അതിൽ പിറകോട്ട് പോകും. ഉദാഹരണത്തിന് മുസ്ലിം വിദ്യാഭ്യാസ MES ആണെങ്കിൽ ഒരുപാട് മുസ്ലിം സംഘടനകൾ അവരുടെ എണ്ണമൊക്കെ വളരെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഇൻവോൾവ്മെന്റ് ആണ് അവർ കാണിക്കുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകൾക്കും അത്രമാത്രം ഉണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസം തന്നെ ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസം ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിയിലേക്ക് വളരെയാണ്. പുതിയ പുതിയ കോഴ്സുകൾ, പുതിയ സ്ഥാപനങ്ങൾ. പക്ഷെ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും NSSന് അതിൻ്റെതായ ഒരു റോൾ. NSS ഏതാണ്ട് 1950-കളിലെ കോഴ്സുകളിലുമായിട്ട് മുന്നേറുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നാല് ഇപ്പം ചങ്ങനാശ്ശേരിയില് പ്രധാനമായിട്ടും 3 കോളേജുകളാണ്. NSS കോളേജ് ഇല്ലാതെ 2 SB കോളേജും അസംഷൻ കോളേജും. ഈ 2 കോളേജുകളും ചങ്ങനാശ്ശേരി NSS കോളേജിനെ ഞാൻ എടുത്തു പറയാൻ കാരണം NSSന്റെ ആസ്ഥാനത്തുള്ള ഒരു കോളേജാണ് ആദ്യം തുടങ്ങിയ കോളേജ് എന്നുള്ളത് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. ഈ മറ്റു 2 കോളേജുകളും ഓട്ടോണമസ് കോളേജായി മാറി. അപ്പൊ ഓട്ടോണമസ് കോളേജായി മാറുമ്പോൾ എന്താ സംഭവിച്ചാൽ അത് വിദ്യാർത്ഥികളുടെ ഇടയിൽ, പാരന്റ്സിന്റെ ഇടയിലൊക്കെ പുതിയ ആത്മവിശ്വാസം നൽകുകയും തങ്ങളുടെ കുട്ടികളെ വളരെ അധികം ഈ സ്വാശ്രയ വിദ്യാലയങ്ങളിലേക്ക്, അതായത് സ്വയംഭരണ കോളേജ്, സ്വാശ്രയ എന്നല്ല സ്വയംഭരണ കോളേജുകളായി മാറിയപ്പോഴേ അതിലേക്ക് വിടാനായിട്ട് താല്പര്യം കാണിക്കുകയും എൻട്രൻസിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മിടുക്കരായ കുട്ടികൾ, അത് കേരളം മുഴുവനുള്ള മിടുക്കരായ കുട്ടികൾ ആ കോളേജിലേക്ക് ആകർഷിക്കപ്പെടുകയും ആ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത് UGC മോണിറ്റർ ചെയ്യുന്നുണ്ട്. ചില ക്രൈറ്റീരിയ ഉണ്ട്, ആ ക്രൈറ്റീരിയ പാലിക്കപ്പെടണം. അപ്പം ആ ക്യാമ്പസിലെ അന്തരീക്ഷം ഒരു പഠനത്തിന് അനുകൂലമായത് കേരളത്തിലെ മറ്റ് ക്യാമ്പസിലുള്ള പോലെ അന്ധമായ ഈ രാഷ്ട്രീയ പ്രകടനങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള രാഷ്ട്രീയ ആവാസങ്ങളൊന്നും ഇല്ലാതെ വിദ്യാഭ്യാസത്തിന്, അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഷ്വർ ചെയ്യുന്ന തരത്തിൽ UGC നിഷ്കർഷിക്കുന്ന നിയമാവലികൾ സ്വീകരിച്ചിട്ടാണ് ഈ ഓട്ടോണമസ് സ്റ്റാറ്റസ് കിട്ടുന്നത്. ഇപ്പൊ NSSന് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മേഖലയിലെ കോളേജുകളിൽ ചില മുസ്ലിം കോളേജുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കോളേജുകൾ ഉൾപ്പെടെ സ്വയംഭരണ കോളേജുകളിലേക്കും മറ്റൊരു ഭാഗത്ത് സ്വാശ്രയ കോളേജുകളും അവർ തുടങ്ങിയിട്ടുണ്ടായി. ഈ സ്വയംഭരണ കോളേജുകളൊന്നും തന്നെ NSSന്റെ കീഴിലില്ല. അപ്പൊ നമ്മൾ തലയെടുപ്പുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്നത് ആദ്യകാല പൂർവ്വ വിദ്യാർത്ഥികളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ തരത്തിലുള്ള പ്രമുഖരായ പലരും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിരുന്നു. പക്ഷെ കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളാത്തത് കൊണ്ട് ഇന്ന് ആ തരത്തിൽ വിദ്യാർത്ഥികൾ വരുന്നില്ല. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന പല കോഴ്സുകൾക്കും മതിയായ വിദ്യാർത്ഥികൾ തന്നെ ഇല്ല. കാരണം MG യൂണിവേഴ്സിറ്റി കേരളത്തിലെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോഴേ ഡിഗ്രി സീറ്റുകൾ ഏതാണ്ട് 55% സീറ്റുകൾ വേക്കന്റ് ആണ്. അത് നിയമസഭയിൽ തന്നെ മന്ത്രി വെച്ച കണക്കിൽ 55% സീറ്റുകൾ MG യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും പൊതുവെ കേരളം മുഴുവൻ ഏതാണ്ട് ശരാശരി 45% സീറ്റ് വേക്കന്റ്. പക്ഷെ NSS അതിൽ ഏറ്റവും കൂടുതൽ വേക്കന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. സ്കൂളുകളും അതേ അവസ്ഥ തന്നെയാണ്. അപ്പം നമ്മൾ ഒരു ശരാശരി വിദ്യാലയങ്ങൾ പോലും ഇന്ന് കിഫ്ബിയുടെ പൈസ ഉപയോഗിച്ച് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ. അപ്പൊ ആ തരത്തിലുള്ള മാറ്റവും NSS സ്കൂളുകളില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് NSSന് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ആതുര സേവാ രംഗത്ത് ആശുപത്രികൾ നടത്തുന്നുണ്ട്. ഈ ആശുപത്രികളും ആ തരത്തിൽ ശ്രദ്ധേയമായ ആശുപത്രികളല്ല. ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരി NSS കോളേജിന്റെ നേരെ മുന്നിൽ ഒരു വലിയ സ്ട്രക്ചർ ഉണ്ട്, ഹോസ്പിറ്റൽ. പക്ഷെ അത് ചങ്ങനാശ്ശേരിയിലെ ഒരു പ്രധാന സെന്റർ അല്ല. നമ്മൾ കേരളത്തിൽ വലിയ വികസനമാണ് പ്രൈവറ്റ് മേഖലയിലെ ഹോസ്പിറ്റലുകൾക്ക് ഉണ്ടാകുമ്പോൾ അത് പന്തളത്താണെങ്കിലും ചങ്ങനാശ്ശേരിയിലാണെങ്കിലും കറുകച്ചാലാണെങ്കിലും അതൊന്നും തന്നെ ആ സമൂഹത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലോ അല്ലെങ്കിൽ വിദഗ്ധന്മാരുടെ സേവനത്തിലോ ഒന്നും തന്നെ മുന്നിലില്ല. അപ്പൊ നമ്മൾ പൊതുവെ കാണുന്നത് ഒരു തരത്തില് വാതരോഗം വന്ന ഒരവസ്ഥയാണ്. NSS സ്ഥാപനങ്ങൾക്ക് പൊതുവെ കാണുന്ന ഒരു വാതരോഗം വന്ന അവസ്ഥയാണ്. അത് കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളാത്ത തരത്തിൽ മാനേജ്മെന്റാ തകർന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരാണ് അതിൽ പ്രവർത്തിക്കുന്നവർ. പക്ഷെ മാനേജ്മെന്റ് തകരാറിലായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് ഇപ്പൊ മറ്റൊന്ന് തിരുവനന്തപുരം എടുക്കാം. ഇപ്പൊ തിരുവനന്തപുരത്ത് NSS
കോളേജിന്റെ MG കോളേജ് NSSന്റെ ഏറ്റവും രണ്ടാമത്തെ പ്രധാന കോളേജിൽ ഒന്നാണ് തിരുവനന്തപുരത്ത്. ആ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മാറിവെനിസ് കോളേജ് എന്നൊരു കോളേജും. ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് ഇവർ രണ്ടും വന്നത്. ഇന്ന് നിങ്ങൾ മാറിവെനിസ് ക്യാമ്പസിൽ ചെന്ന് കഴിഞ്ഞാൽ മാറിവെനിസ് കോളേജ് ഓട്ടോണമസ് കോളേജ് സ്റ്റാറ്റസ് എടുത്തു. മാത്രമല്ല ആ ക്യാമ്പസിനകത്ത് തന്നെ ഏതാണ്ട് ഒരു ഡസനടുത്ത് വിദ്യാലയങ്ങൾ, അതിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, സ്കൂൾ, ഹയർ സെക്കൻഡറി ലെവൽ വരെയുള്ള സ്കൂളുകൾ, ലോ കോളേജുകൾ തുടങ്ങിയിട്ട് ഒരു വലിയൊരു വിദ്യാഭ്യാസ മേഖല, ഒരു വലിയ ഹബ്ബായിട്ട് മാറി, എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് അത് മാറി. അത് താമസിയാതെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയരാൻ പറ്റുന്ന തരത്തിലേക്ക്, ആ തരത്തിലേക്ക് ഈ മാറിവെനിസ് കോളേജ് മാറുമ്പോൾ നമ്മൾ കുറച്ചിപ്പുറത്ത് മാറി. ഇത് അടുത്തടുത്തുള്ള കോളേജാണല്ലോ. MG കോളേജിൽ വരുമ്പോൾ വിശാലമായൊരു കുന്നിന്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള മോടിയും ഇല്ലാതെ ഈ പുരാതന ചില തറവാടുകളുടെ അവസ്ഥ, അതെ, ആ തരത്തിലേക്ക്. അപ്പൊ നമുക്ക് സങ്കടം, വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുക, NSSനെ സ്നേഹിക്കുന്ന ഒരാളിന് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അടുത്തടുത്ത് രണ്ട് കോളേജുകൾ. അപ്പം ഇപ്പോ നമ്മളിപ്പോ NSS നേതൃത്വത്തോട് സുകുമാരൻ നായർ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ SD കോളേജ്, ചങ്ങനാശ്ശേരി SD കോളേജും SB കോളേജും അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജും ഒക്കെ ചെയ്തത് നല്ലതെന്ന് അദ്ദേഹം എന്തായാലും പറയില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം ആ ലെവലിലാക്കണമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഇപ്പൊ ഞാൻ ചങ്ങനാശ്ശേരി ജീവിച്ച ഒരാളായതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ അവിടുത്തെ പാരന്റ്സ് മുഴുവനും അവരെ കുട്ടികളെ പുറത്തേക്ക് അയക്കുന്നുണ്ട് ഒരുപാട്. നമ്മളെ പറയാം കോട്ടയം ബെൽറ്റിലൊക്കെ ഒരുപാട് പേര് മക്കളെ പുറത്ത് പഠിക്കാൻ വിടുന്നുണ്ട്. അപ്പൊ കേരളത്തിനകത്ത് തന്നെ കുട്ടികളെ വിടുന്ന പാരന്റ്സ് ഇപ്പം നോക്കുന്നത് ഓട്ടോണമസ് കോളേജുകളെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എയ്ഡഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കോളേജിലാണ് ഈ ഓട്ടോണമസ് കോളേജ് പലതും. അപ്പൊ അതുകൊണ്ട് തന്നെ എയ്ഡഡിന്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്, അവർക്കൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഷ്വറാണ്. പിന്നെ മറ്റൊന്നും അമിതമായ രാഷ്ട്രീയവൽക്കരണമില്ല. അപ്പൊ ആ തരത്തിലുള്ള, പിന്നെ കുറച്ചുകൂടെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നത് കൊണ്ട് മിടുക്കരായ കുട്ടികൾ വരികയും നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കുട്ടികൾ അവിടെ അയച്ചാൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് വിടാൻ കഴിയും. അപ്പൊ NSSന് അങ്ങനെ ഒരു അവര് ചിന്തയേ ഇല്ല, ഒരു മാനേജ്മെന്റ് ഇല്ല, അല്ല, അവർക്ക് അതിന് താല്പര്യമില്ല. അത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്നവരാണ്. അതായത് ഈ വരട്ടുവാദത്തിൽ ഇരുന്നു കൊണ്ട് ഈ പിന്നോട്ടടിക്കുന്നതിന് വേണ്ടി മാത്രം നിൽക്കുകയും നമ്മുടെ ചുറ്റുപാടും, നമ്മൾ സാധാരണ നമ്മളെല്ലാവരും ജീവിക്കുന്ന സമൂഹത്തിന്റെ സ്വാധീനം നമ്മളിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമുക്കറിയാം, ആഗോള തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവം നടന്നു. നമ്മളിപ്പോ AI യുഗത്തിലാണ് വന്നത്. അപ്പം എല്ലാ സബ്ജക്റ്റിനും പ്രാധാന്യമുണ്ട്, നമ്മൾ പരമ്പരാഗത സബ്ജക്റ്റിനും പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തോടൊപ്പം തന്നെ അതിനെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നമ്മളിപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്ന അറിവിന് വേണ്ടിയാണെങ്കിൽ പോലും വലിയൊരു ശതമാനം കുട്ടികൾ പഠിക്കുന്നത് തൊഴിൽ കൂടെ നേടാനാണ്. അപ്പം ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസത്തിൽ ലിങ്ക് ചെയ്യാൻ അവർ തയ്യാറാണ്. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യവും കൈപ്പറ്റാൻ അവർ തയ്യാറല്ല. അപ്പൊ ആ തരത്തിൽ ഇപ്പോ 2014 ശേഷം കേന്ദ്ര തലത്തില്, ദേശീയ തലത്തിൽ വന്ന വലിയ മാറ്റം ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം NSS വളരെ നെഗറ്റീവ് സ്റ്റാൻഡാണ് എടുത്തത്. ഇപ്പൊ UGCയുടെ തന്നെ പല പ്രോജക്റ്റുകളും സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതേസമയം ക്രിസ്ത്യൻ കോളേജുകൾ, ഇപ്പൊ കേരളത്തിലെ പല മാനേജ്മെന്റ് കോളേജിലും ഈ നമുക്ക് കാണുമ്പോൾ UGCയുടെ പല പ്രോജക്റ്റുകളിലും വളരെ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ NSS അത്തരം ആനുകൂല്യങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. അപ്പൊ ഇത് നമ്മളെ ഗുരുതരമായ ഒരു നമ്മുടെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ ഒരു ലീഡിംഗ് ഒരു സമുദായം അത് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ തരത്തില് നിലവാര തകർച്ച കൊണ്ട് ഒരു തരത്തിൽ നമുക്ക് പുതിയ തലമുറയ്ക്ക് അസ്വീകാര്യമായി മാറുന്നതിൽ നമുക്ക് വളരെയധികം സങ്കടം തോന്നും. NSSകാരനായ ഒരു മന്ത്രി ഉണ്ടായിട്ട് പോലും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, കാരണം ഇത് NSS എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച പ്രസ്ഥാനമാണ്. അതൊരു ജനാധിപത്യ പ്രസ്ഥാനമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു മനപരിവർത്തനം ഉണ്ടാകത്തിടത്തോളം കാലം നമ്മളിപ്പോ NSSന്റെ സ്ഥാപനങ്ങളെ വിലയിരുത്തണം. അല്ലെങ്കിൽ നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ കീഴിലെ സ്ഥാപനങ്ങളെ വിലയിരുത്തുന്നത് അതിന്റെ എഫക്റ്റീവ്നെസ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ആ എഫക്റ്റീവ്നെസ്സിനെ നമ്മൾ NSSന്റെ പ്രധാനമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസ മേഖല, ഉന്നത കോളേജ് വിദ്യാഭ്യാസ മേഖല, സാങ്കേതിക വിദ്യാഭ്യാസ മേഖല, അതുപോലെ ആതുര സേവന മേഖല, ഈ മേഖലയിലാണ് പ്രധാനമായിട്ട് NSSന്റെ സ്ഥാപനങ്ങളുള്ളത്. അതിൽ NSSന്റെ ആശുപത്രികൾ, ഇപ്പൊ പന്തളത്ത് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ അതുപോലെയുള്ള സ്ഥലത്ത് ഉള്ള ഒരു ആശുപത്രിയുടെ അവസ്ഥ എന്താണ്, അത് നമുക്ക് സാധാരണ ഒരാളിന് ജഡ്ജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഏതെങ്കിലും ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ പല ആശുപത്രികളിലേക്കും നമ്മുടെ ആളുകൾ പോകുന്നുണ്ട്. നമ്മൾ തന്നെ നമുക്കറിയാം, പലരും അമൃതയിലേക്ക് പോകുന്നുണ്ട്, മറ്റു സ്ഥലത്തേക്ക്. അപ്പൊ അതിനു മുമ്പൊക്കെ തുടങ്ങിയ ഈ ആശുപത്രി എന്തുകൊണ്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടില്ല? മറ്റൊന്ന്, സ്കൂൾ വിദ്യാഭ്യാസ മേഖല തന്നെ നമുക്കറിയാം, സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ
വ്യാപകമായി സ്കൂളുകൾ കേരളത്തിൽ വരികയുണ്ട്. പക്ഷേ CBSE ICSE സിലബസിൽ വന്ന സ്കൂളുകൾ ഇതിൽ NSSന്റെ നാമമാത്രമായ പങ്കാളിത്തമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയ തൃപ്പൂണിത്തുറയിലോ മറ്റൊരു ഒരു സ്കൂളുള്ളതല്ലാതെ ആ രംഗത്ത് NSSന് കാര്യമായ പങ്കാളിത്തമില്ല. അപ്പം സമുദായത്തിൽപ്പെട്ട ആളുകൾ ബഹുഭൂരിപക്ഷം പേരും സിലബസിൽ പോലും കേരള സിലബസിൽ നിന്ന് പുറത്തുപോയി CBSE പഠിപ്പിക്കുമ്പോൾ മറ്റ് സമുദായങ്ങൾക്ക് ആ സ്കൂളുകളുണ്ട്, NSSനില്ല. കോളേജ് മേഖലയിൽ, സ്വാശ്രയ മേഖലയിൽ 2000-ന് ശേഷം കേരളത്തിൽ വിദ്യാഭ്യാസ മെഡിക്കൽ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ, ഫാർമസി, ലോ തുടങ്ങി എല്ലാ മേഖലയിലും സ്വാശ്രയ കോളേജുകൾ വ്യാപകമായി കേരളത്തിൽ തുടങ്ങിയപ്പോഴും NSSൽ വിരലിലുണ്ടാവുന്ന ചില സ്വാശ്രയ കോളേജ്, ഒരു ലോ കോളേജ്, അങ്ങനെയൊക്കെയുള്ള 1-2 സ്ഥാപനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ NSSന് കാര്യമായ ഡിമാൻഡ് ഇല്ല. അത് ഗവൺമെന്റിനെ കുറ്റം പറയല്ല, നമ്മൾ NSS സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പം ബാക്കി മാറ്റത്തിന് വിധേയനാവാൻ അതെ, മെഡിക്കൽ കോളേജ്, ഫാർമസി കോളേജ്, BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള നഴ്സിംഗ് കോളേജുകൾ ഇതെല്ലാം സ്വാശ്രയ മേഖലയിൽ വ്യാപകമായി വരികയുണ്ടായി. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജുകൾ, അപ്പൊ ഇപ്പൊ NSSന്റെ ചില നേതാക്കള് പറയാമെങ്കിൽ 10-28 എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ അടച്ചുപൂട്ടുകയുണ്ടായി. അപ്പം ഞങ്ങൾ തുടങ്ങാത്തത് ഭാഗ്യമായി എന്ന് കരുതുന്ന ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ അടച്ചുപൂട്ടുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അത് കാലത്തിനനുസരിച്ച് ക്വാളിറ്റി വൽക്കരിക്കാത്തതാണ് അടച്ചുപൂട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ തിരുവനന്തപുരം മാർവിനസ് കോളേജിൽ നിൽക്കുക, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി SBI കോളേജിൽ നോക്കുക, അസംഷൻ കോളേജ്, അവിടെ കുട്ടികളുടെ ഷോർട്ടേജ് ഇല്ല. അപ്പൊ ആ തരത്തില് ഇപ്പൊ കോട്ടയം MG യൂണിവേഴ്സിറ്റി കീഴിലാണ് ഏറ്റവും കൂടുതൽ സ്വാശ്രയ കോളേജുകൾ. അതായത് ചങ്ങനാശ്ശേരി NSSന്റെ ആസ്ഥാനം ഇരിക്കുന്ന MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഏറ്റവും കൂടുതൽ ഓട്ടോണമസ് കോളേജും സ്വാശ്രയ കോളേജും ഉള്ളത്. പക്ഷെ അതിലൊന്നും തന്നെ NSS ഒരു നോക്കുകുത്തിയായി ഇങ്ങനെ കാഴ്ചക്കാരനായി നിൽക്കുന്നു. അപ്പൊ ഇത് നമ്മൾ വളരെ ഗുരുതരമായ കേരളത്തിലെ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% ഒതുങ്ങുമ്പോൾ അതിലെ പ്രബല സമൂഹം, മുന്നോക്ക സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹമായിരുന്ന ഒരു അവരെ സംഘടന ഈ തരത്തിൽ പിന്നോട്ടടിക്കുന്നത് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. ഇതിന് മറ്റൊരു കാര്യം, നമ്മൾ തുടങ്ങിയത് രാഷ്ട്രീയത്തിൽ നിന്നാണ്. ഇതിന്റെ എല്ലാ പ്രതിഫലവും രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ കിങ് മേക്കർ ആയിരുന്ന NSS ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒന്നുമല്ലാതെയായി മാറി എന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ കാരണം ആ തരത്തിലൊരു പോസിറ്റീവായി ഇടപെടാനോ ഗവൺമെന്റിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനോ അത് സമുദായ അംഗങ്ങൾക്കും കേരള സമൂഹത്തിനും ഗുണപരമായ രീതിയിൽ അവരുടെ സ്വാധീനത്തെ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ തരത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയ മണ്ഡലത്തിലും NSS പൂർണ്ണമായിട്ടും ഒരു എന്താ പറഞ്ഞാല് വളരെ അവഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നത്. അത് പ്രധാനമായിട്ടും ആ നേതൃത്വത്തിന്റെ ഒരു കഴിവില്ലായ്മ, പിടിപ്പുകേടെന്നുള്ളതല്ല. അത് നമ്മൾ ഒരു പിടിപ്പുകേടെന്നൊരു ചുരുക്കി പറയുന്നതിനേക്കാൾ ഇതൊരു കഴിഞ്ഞ പതിറ്റാണ്ടുകളുടെ ഒരു കണ്ടിന്യൂഷനാണ്. കാരണം പൊതു മണ്ഡലത്തില് സുകുമാരൻ നായർ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി സമ്മതിക്കുന്നില്ല. നമ്മളിപ്പോ NSSന്റെ നേതാവിനെ നിങ്ങളാരും അങ്ങനെ 1-2 പത്രസമ്മേളനങ്ങൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടപ്പോഴും, അപ്പൊ അതിനപ്പുറം അദ്ദേഹം അങ്ങനെ പൊതു സമൂഹത്തോട് സംവദിക്കുകയോ മറ്റ് സംവിധാനങ്ങളുമായിട്ട് മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഒരു കാവൽക്കാരനെ പോലെ അവിടെ ഇരിക്കുകയും, ഇത് നമ്മൾ ചില തറവാടുകളുണ്ട്, നമ്മുടെ ഹിന്ദു പരമ്പരാഗതമായ ചില ഇല്ലങ്ങളൊക്കെ തകർന്നതുപോലെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പോലെ നമുക്ക് തോന്നും ഒരു ഓൺലുക്കറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ. അപ്പൊ അത് കേരളത്തില് ഒരർത്ഥത്തില് സമുദായ അംഗങ്ങളിൽ നിന്ന് തന്നെ അതിനെതിരായ ഒരു മുന്നേറ്റം ഉണ്ടാകണം. NSS കുറച്ചുകൂടെ അതിന്റെ നേതൃത്വം ജനാധിപത്യവൽക്കരിക്കുകയും NSSലെ സമുദായ അംഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു പരിധി വരെയെങ്കിലും, പൂർണ്ണമായിട്ട് ഹിന്ദു സമൂഹത്തിൽ അങ്ങനെ വരില്ലെങ്കിൽ പോലും നായർ സമുദായ അംഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ജനാധിപത്യ രീതിയിൽ NSSന്റെ നേതൃത്വം മാറുകയാണെങ്കിൽ ഒരുപക്ഷെ സംഘടന റിലവന്റ് ആവും. അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് ഈ സംഘടന ഉന്മൂലനം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും അധികം സംഘടനാ അംഗങ്ങൾ അല്ലെങ്കിൽ ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിലെ അംഗങ്ങളാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിയന്ത്രിക്കുന്നത്. അത് CPM-ലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും എല്ലാ പാർട്ടികളാണെങ്കിലും. പക്ഷെ അത്രയൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്ക് ഒരു പൊളിറ്റിക്കൽ റോൾ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. കാരണം അത് ഈ സുകുമാരൻ നായരുടെ അന്തർമുഖത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു അപകർഷത ഇതിന്റെ ഒരു പ്രധാന ഫാക്ടറാണ്. കാരണം അദ്ദേഹം ആ തരത്തിൽ സംവദിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ പലപ്പോഴും പലരും അദ്ദേഹത്തെ പോയി കാണാൻ മടിക്കും. കാരണം ഇദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അത് ബാധകമാണ്. ഇപ്പൊ VD സതീശനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ കമന്റ്സ്, ഇപ്പം VD സതീശനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ തിണ്ണഞ്ഞിറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് സുകുമാരൻ നായർ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെയുള്ള
കമന്റ്സ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. അതെ അതെ സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും NSSനെ കാണുന്നത് ആ തരത്തിലേ കാണുള്ളൂ. അതെ കാരണം ഒരു കോൺഫിഡന്റ് ആയിട്ട് അവിടെ ചെല്ലാൻ കഴിയില്ല. നമ്മൾ അവഹേളിക്കപ്പെടുമെന്ന് അപമാനിക്കപ്പെടുമെന്ന് തോന്നുന്ന ഒരു വേദിയിലേക്ക് ആരും പോവില്ല. നമ്മൾ കടന്നു പോകാൻ സാധ്യതയില്ല. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിനെതിരെ എടുക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ഉദാഹരണത്തിന് NSS 70-കൾ മുതൽ നിലനിന്നത് സാമ്പത്തിക സംഭരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സാമ്പത്തിക സംഭരണം നമ്മുടെ ഭരണഘടനാപരമായ അടിസ്ഥാന തത്വത്തിൽ സാമ്പത്തിക സംഭരണം ഇല്ല. പറഞ്ഞിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അതൊരു സ്വപ്നമായിരുന്നു. അപ്പം NDP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും പിന്നീട് കേരളത്തിലൊക്കെ വളരെയധികം മുന്നേറ്റം ഒരു കാലഘട്ടം നടത്തിയതൊക്കെ തന്നെ സാമ്പത്തിക സംഭരണം എന്നുള്ള ഒറ്റൊരു ഇതിലാണ്. മാത്രമല്ല എല്ലാ ഹിന്ദു ഐക്യ ശ്രമങ്ങളും പരാജയപ്പെട്ടത് ഈ സംഭരണത്തിന്റെ വിഷയത്തിലാണ്. അങ്ങനെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ സർക്കാർ 2019 18-19 കാലഘട്ടം 19 ജനുവരി ആകുമ്പോഴത്തേക്കും ആദ്യമായിട്ട് സാമ്പത്തിക സംഭരണം ഇന്ത്യയിൽ കാര്യമായ 10% പ്രതിഷേധമൊന്നുമില്ലാതെ ഒരു കോൺസെൻസസിലൂടെ 10% മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യപ്പെട്ടു. ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു. കാരണം ജാതി സംവരണം ഏതാണ്ട് 70 വർഷം ആയിട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. പക്ഷെ NSS അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ മാത്രമല്ല തുടർന്ന് നടന്ന 2019 തെരഞ്ഞെടുപ്പിൽ NSS പരസ്യമായിട്ട് BJPക്കെതിരായ നിലപാടെടുത്തു എന്നുള്ളതാണ്. പരസ്യമായ നിലപാടെടുത്തിട്ട്, കാരണം ഞാൻ പറഞ്ഞത് BJP പിന്തുണയ്ക്കണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഈ സാമ്പത്തിക സംഭരണം അംഗീകരിച്ചത് NSS ഒരു പ്രമേയത്തിലൂടെ പോലും അതിനെ റെസ്പെക്ട് ചെയ്തിട്ടില്ല, അത് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ആ തരത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ശബരിമല സ്ത്രീ പ്രവേശനമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും മറ്റു വിഷയങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ പമ്പാ നദിയുടെ വിഷയത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കമന്റ്സ് ഇപ്പൊ NSS ഒരു വളരെ നെഗറ്റീവാണ്. കാരണം NSS പമ്പാ നദിയെ ഗംഗാ നദിയിലുണ്ടായ പോലെ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതിന് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ NSSO കേരള സർക്കാരോ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടില്ല. ഇപ്പം പമ്പാ നദിയിൽ മലിനമാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു NSS നേതൃത്വം എന്തുകൊണ്ടൊരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ പ്രോജക്റ്റ് വെക്കാം, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് പ്രപ്പോസൽ വയ്ക്കാം, NSSന് പ്രപ്പോസൽ വയ്ക്കാം, ഈ പമ്പാ നദിയുടെ മാലിന്യം മുക്തമാക്കണം, ഒരു പ്രോജക്റ്റ് വെച്ചിട്ടില്ല. അപ്പൊ ആ തരത്തിൽ ഉള്ള കമന്റ്സുകൾ, വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സുകൾ, അതായത് നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ആര് ഭരിച്ചാലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഭരണകൂടത്തെ നമ്മൾ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് ആത്മഹത്യാപരമാണ്. കാരണം നമ്മൾ NSS എന്ന് പറയുന്ന SNDP എന്ന് പറയുന്നതൊക്കെ നമ്മളിപ്പം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നോ പ്രഷർ ഗ്രൂപ്പ് എന്നോ പറയാനല്ലാതെ അത് പൊളിറ്റിക്കൽ പാർട്ടിയല്ല. അപ്പം പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയാം. അപ്പൊ അധികാരം ലക്ഷ്യമല്ലാത്തവരാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അധികാര സ്ഥാനങ്ങളെ സ്വാധീനിക്കാൻ അവർ ശ്രമിക്കും. പക്ഷെ ഈ തരത്തിൽ ഇവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം നമ്മൾ ഏത് പാർട്ടി ഭരിച്ചോട്ടെ, ഭരണകർത്താക്കളെ മാനിക്കുകയും ആ സമൂഹത്തിന് ഗുണകരമായ, നമ്മുടെ ജാതിക്ക് മാത്രമല്ല ആ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള ചില പ്രപ്പോസലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൊണ്ട് നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ഇപ്പൊ ശബരിമല സ്വർണ്ണ കൊള്ളയിൽ ഒരു നെഗറ്റീവ് അഭിപ്രായം പറയാത്ത ഒരു സംഘടനയാണ് NSS. അപ്പൊ സുകുമാരൻ നായർ ഇതുവരെ ശബരിമലയില് നടന്ന ഇത്രയും പരസ്യമായ കൊള്ളയ്ക്കെതിരായി ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ NSSന്റെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല. ശബരിമലയിൽ നടന്നത് അനീതിയാണ് എന്ന്, അല്ലെങ്കിൽ അത് കൊള്ളയാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ഭക്തരുടെ വിശ്വാസം ദേവസ്വം ബോർഡ് ലംഘിച്ചു എന്നുള്ള തരത്തിൽ ഒന്നും തന്നെ NSS ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്നിച്ച് വായിക്കേണ്ടതാണ്. ഇപ്പൊ NSSന്റെ ഒരു ഡൈനാമിക് ആയ ഒരു നേതൃത്വം NSSന് വരാത്തിടത്തോളം കാലം ഇത് സമസ്ത മേഖലയിലും സമുദായത്തെ പിന്നോട്ടടിക്കുന്ന തരത്തിലേക്ക് പോകും, അല്ലെങ്കിൽ സമുദായം സ്വയം ഇതിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏതായാലും കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ജാതി മത കക്ഷികൾ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുകയും, കാരണം അവരൊരു വോട്ട് ബാങ്ക്, അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും ആളുകൾ വോട്ട് ചെയ്യുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പോലും അവർക്ക് സ്വാധീനിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സംവിധാനത്തെ അവർ സ്വാധീനിച്ചിരുന്നു. പക്ഷെ കേരളത്തിലെ വലിയൊരു സമുദായമായ NSS, വലിയ സംഘടനയായ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നിരവധി സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിരുന്ന NSS അതേ നിലയിൽ തന്നെ തുടരുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ചുറ്റുമുള്ള അന്തരീക്ഷത്തെ സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് NSS ചുരുങ്ങുകയാണ് എന്നുള്ളതാണ്. അത് NSSലെ അംഗങ്ങൾ തന്നെ അത് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനം നടത്തുകയോ, ഒരുപക്ഷെ ആ പ്രസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ ചട്ടക്കൂടുകൾ ഒരുപാട് അല്ലെങ്കിൽ അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്
കുറച്ച് കാറ്റുകൾ കൊണ്ട് വെളിച്ചവും വെള്ളമൊക്കെ വന്ന് NSS അതിൻ്റെതായ രീതിയിൽ അവരുടെ സമുദായ അംഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ അവരെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് പൊതുവെ വരുന്ന ചർച്ചയുടെ ഒരു കേന്ദ്രബിന്ദു.